ഈ പത്രപ്രവർത്തനം എന്ന യാത്ര തോമസ് സാറ് ആരംഭിച്ചിട്ട് അരനൂറ്റാണ്ടിലധികം കാലം, ശരിയല്ലേ? അല്ലേ? 57 കൊല്ലം ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പത്രപ്രവർത്തനം എന്ന യാത്രയുടെ അരനൂറ്റാണ്ടിൽ സാറ് പലതരത്തിലുള്ള മാധ്യമ പ്രതിഭാസങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട്. അതായത് വാർത്തകൾ വരുന്ന വിധം, പലതരം വാർത്തകൾ വരുന്ന വിധം, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് എങ്ങനെയൊക്കെ വാർത്ത വരിക, ഭാഗ്യം കൊണ്ട് വാർത്ത വീണ് കിട്ടുന്ന ചില സംഗതികളുണ്ട്, സന്ദർഭങ്ങളുണ്ട്, നമുക്കൊക്കെ അറിയാം. അങ്ങനെ ചില ഉദാഹരണങ്ങൾ പറയുന്നത് നന്നായിരിക്കും തോന്നും. ശബ്ദം ഇങ്ങനെ അങ്ങ് ശരിയാക്കും. നമുക്ക് കിട്ടുന്ന വാർത്തകളൊന്നും വീണ് കിട്ടുന്നതല്ല, ഭാഗ്യം കൊണ്ടൊന്നുമല്ല, ശരിയായി അധ്വാനിച്ചാണ് എന്ന് പറയാമെങ്കിലും ഒരെണ്ണം ഞാൻ പറയാം. രാഷ്ട്രപതിയായിട്ട് APJ അബ്ദുൽ കലാമിൻ്റെ പേര് വളരെ നാടകീയമായിട്ടാണ് പുറത്തു വന്നത്. ഡോക്ടർ രാധാകൃഷ്ണൻ കഴിഞ്ഞ് ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ രാഷ്ട്രപതിയാവുന്നല്ലോ എന്നുള്ളൊരു കൗതുകം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള വിവരങ്ങൾ തേടാൻ രാമേശ്വരത്തൊക്കെ ആൾ പോയി. അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് തുടങ്ങിയ ആളാണെന്നൊക്കെയുള്ള അനേകം കഥകൾ വരുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു കഥ കിട്ടണമെന്ന് വിചാരിച്ചിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ അബ്ദുൽ കലാം ഒരു മലയാളിക്ക് PhD ഗൈഡായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അദ്ദേഹം രാഷ്ട്രപതിയായി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഗൈഡായിട്ട് തുടരും. അതെന്തൊരു ഭയങ്കരമായ വാർത്തയാണ്. ഒരു രാഷ്ട്രപതി ഒരു മലയാളിയുടെ PhD ഗൈഡ്. അപ്പോൾ ഈ മലയാളിയെ തപ്പി അവസാനം മദ്രാസിലുള്ളിടത്ത് നിന്ന് ഈ പയ്യനെ കിട്ടി. പയ്യനല്ല, ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് മനോരമയുടെ ലേഖകൻ ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിന്ന് വരാന്തയിലിരുന്ന് സംസാരിക്കാം. അങ്ങനെ ഒരു വരാന്തയിലിരുന്ന്, അതൊരു നല്ല വളവിൽ ഉള്ളൊരു വീടാണ്. വരാന്തയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഭയങ്കര ഇൻ്റർവ്യൂ, രാഷ്ട്രപതിയുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം. അദ്ദേഹം വീണ്ടും ഇത് തുടരാമെന്ന് സമ്മതിച്ച കാര്യമൊക്കെ എടുത്ത് മറ്റാർക്കും ഇല്ലാത്തൊരു റിപ്പോർട്ടായതുകൊണ്ട് അത് 1-ാം പേജിൽ തന്നെ രാഷ്ട്രപതിയായി APJ തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മലയാളിയുടെ PhD ഗൈഡായിട്ട് തുടരുമെന്നുള്ള ഈ സ്റ്റോറി ഭയങ്കര ബൈലൈനോടുകൂടി ഇത് പ്രത്യക്ഷപ്പെട്ടു. രാവിലെ അത് അച്ചടിച്ച് കണ്ട് വളരെ സന്തോഷിച്ചിരുന്നു. മാതൃഭൂമി വന്നപ്പോൾ മാതൃഭൂമിയിൽ ഈ റിപ്പോർട്ടുണ്ട്. ഇതെങ്ങനെ ചോർന്നു പോയി എന്ന് അന്വേഷണമായി. അന്വേഷിച്ചിട്ട് ഒരു പിടിയും കിട്ടാതെ ആ മാതൃഭൂമിയിലെ റിപ്പോർട്ടോടെ തന്നെ വിളിച്ചു ചോദിച്ചു, ഇതെങ്ങനെ കിട്ടി താങ്കൾക്ക്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ദിവസം ഞാൻ മദ്രാസിൽ കൂടെ പല സ്റ്റോറികളുമായി ഹണ്ട് ചെയ്ത് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ ആ വളവിലുള്ള വീടിൻ്റെ മുന്നിൽ വരാന്തയിലിരുന്ന് മനോരമ ലേഖകൻ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ചേട്ടാ, ഇവൻ ഈ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ദിവസം ഇവിടെ വന്ന് എന്നോ ചെയ്യുകയാണെന്ന് എന്താന്ന് പിടികിട്ടിയില്ല. ഞാനങ്ങ് പോയി. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ ഒരു യുവാവ് ഇറങ്ങി വന്നു. അപ്പോൾ എന്തോ വിഷയമൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, സാർ, ആ മനോരമക്കാരനോട് പറഞ്ഞതിനേക്കാൾ ഒരല്പം കൂടി എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് അകത്ത് കയറി. അപ്പോൾ അദ്ദേഹം ഇവരെല്ലാം പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഇതിൽ കൂടുതലൊരു ഭാഗ്യമുണ്ട്. പക്ഷെ അന്ന് ഈ ലേഖകൻ മറ്റെല്ലാ ലേഖകന്മാർക്കും ഒരു മെസ്സേജ് അയച്ചു, ഇനി എന്തെങ്കിലും കാരണവശാൽ കറണ്ട് പോയാലും ദയവ് ഇത് വരാന്തയിലിരുന്ന് ഇൻ്റർവ്യൂ അകത്ത് തന്നെ ഉഷ്ണിച്ച് കഴിയുന്നു നല്ലതെന്ന് പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഓർമ്മയിലുള്ള ഏറ്റവും ഭാഗ്യശാലിയുടെ ഒരു റിപ്പോർട്ട്. ഏറ്റവും ഗംഭീര മെസ്സേജാണ്.
അപ്പോൾ ഈ പത്രാധിപന്മാരിങ്ങനെ ആശയങ്ങളൊക്കെ കൊണ്ട് വാർത്തകൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് സാറ് റിപ്പോർട്ടിംഗ് ഫീൽഡിലല്ല ഉണ്ടായത്, കസേലയിൽ ഇരുന്നിട്ട്. അപ്പോൾ ഈ പത്രാധിപന്മാർ ആശയം കൊണ്ട് വാർത്ത സൃഷ്ടിക്കുന്നതിൻ്റെ ചില അനുഭവങ്ങൾ പറയാം. പത്രാധിപന്മാർ ആശയങ്ങൾ നൽകുന്നതിൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരാൾ ശ്രീ വർഗീസ് കളത്തിലാണ്. വർഗീസ് കളത്തിൽ എന്ന് പറഞ്ഞ് മനോരമ വീക്കിലിയുടെ ആദ്യത്തെ പത്രാധിപരായിരുന്നു 1956. അദ്ദേഹം മനോരമയിൽ വന്ന് പത്രാധിപത്യം ഏറ്റെടുക്കുന്ന കാലത്ത് എല്ലാ വീക്കിലികളുടെയും ഒരു പേജ് ഫലിത പേജാണ്. ഈ ഫലിത പേജ് എന്ന് പറഞ്ഞാൽ പത്രാധിപർ ലോകത്തിലെ ഏറ്റവും നല്ല ജോക്ക് ബുക്സൊക്കെ ഇംഗ്ലീഷിലുള്ള വരുത്തി അത് മുഴുവൻ മലയാളീകരിച്ച് മലയാള കഥാപാത്രങ്ങളെയൊക്കെ ആക്കി കൊടുക്കുന്ന ഒരു പരിപാടി. വർഗീസ് കളത്തിൽ തീരുമാനിച്ചു നമുക്കങ്ങനെ വേണ്ട, പത്രാധിപർ ഫലിതമൊന്നും എഴുതണ്ട, വായനക്കാരുടെ ഫലിതം പബ്ലിഷ് ചെയ്യാം. വായനക്കാരുടെ ഫലിതം പബ്ലിഷ് ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ്റെ പേര് പത്രത്തിൽ വരാനൊരു മാർഗമില്ല. അന്ന് DYFI ഇല്ല, SFI ഇല്ല, KSU ഒന്നുമില്ല, അങ്ങനെയൊന്നും പത്രത്തിൽ പേര് വരില്ല. അപ്പോൾ വായനക്കാരൻ്റെ ഫലിതം, നല്ല ഫലിതങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ന് അദ്ദേഹം ഒരു അറിയിപ്പ് കൊടുത്തു. ചാക്ക് കണക്കിനാണ് ഫലിതം വന്നുകൊണ്ടിരിക്കുന്നത്. 2 രൂപയാണ് പ്രതിഫലം. അതിനേക്കാൾ ഏറ്റവും വലിയ പ്രതിഫലം ഈ അയക്കുന്ന ആളിൻ്റെ പേര് അച്ചടിച്ച് വരുമെന്നുള്ള പേരും വീട്ടുപേരും അഡ്രസ്സും. അതിൽ കൂടുതലൊരു സൗകര്യമുണ്ടോ നമ്മുടെ പേരും അഡ്രസ്സുമുള്ള ഒരു ഫലിതം. അപ്പോൾ ഓരോ ആഴ്ചയും ആ സമയമാകുമ്പം പോയി ഓരോ ചാക്കിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് നോക്കിയിട്ട് അതിൽ നല്ല ഒരു 3-4 ഫലിതങ്ങൾ കൊണ്ടുവന്നിട്ട് ആ പേജ് നിറച്ചിത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഫലിതം ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് 2 രൂപ കിട്ടുമെന്ന് മാത്രമല്ല നമ്മുടെ പേരും വരുമെന്നുള്ളതുകൊണ്ട് എല്ലാവരും മനോരമ വീക്കിലേക്ക് ഫലിതം അയച്ചിട്ട് പിറ്റേ ആഴ്ച മുതൽ വീക്കിലിയുടെ കോപ്പി മേടിക്കുക. ഇത് പിറ്റേ ആഴ്ചയൊന്നും വരികയില്ല, പിറ്റേ മാസവും വരികയില്ല, പിറ്റേ കൊല്ലവും വരികയില്ല. അതുപോലാണ് ഫലിതങ്ങൾ വന്ന് ചാടുന്നത്. പക്ഷേ എല്ലാവരും മനോരമ വീക്കിലിയുടെ പുറകെ പോയണേ. കാമ്പിശ്ശേരി കരുണാകരൻ ജനകീയവും വീക്കിലിയിൽ അദ്ദേഹത്തിന് അരിച്ചം വന്നിട്ട് അദ്ദേഹം പിറ്റേ ലക്കത്തിൽ ഒരു ഫലിതം ഏറ്റവും മേളിൽ കൊടുത്തു. ഈയിടെ പത്രാധിപർക്കൊരു ഫലിതം അയച്ചു. മടക്ക തപാലിൽ അത് തിരിച്ചു വന്നു. കൂടെ ഒരു എഴുത്തുമുണ്ടായിരുന്നു. എഴുത്തിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ 2 രൂപയുടെ ഫലിതം മാത്രമേ എടുക്കുകയുള്ളൂ, ഇത് 2.5 രൂപയുടെ ആയതുകൊണ്ട് തിരിച്ചായി. അപ്പം മനോരമ വീക്കിലി വരുന്ന ഫലിതങ്ങളുടെ നിലവാരം എന്താണെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ കാമ്പിശ്ശേരി കളത്തിൽ വർഗീസിനെ വെട്ടി. കളത്തിൽ വർഗീസിൻ്റെ തന്നെ മറ്റൊരു ആശയം പറഞ്ഞാൽ അദ്ദേഹം മനോരമയിലേക്ക് വരുന്നത്, അദ്ദേഹം കോഴിക്കോട്ട് ഹിൻഡ് എന്ന് പറയുന്നൊരു പത്രത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് മനോരമയിൽ വരുന്നത്. മനോരമയ്ക്ക് 60 വർഷമായി ഷഷ്ഠസ്ഫൂർത്തി സ്മാരക ഗ്രന്ഥം എന്നും പറഞ്ഞ് 500 പേജുള്ള ഒരു ഭയങ്കര ബുക്ക്. അന്ന് മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും വലിയ ബുക്കാണ്. അതിൽ ബഷീറിൻ്റെ കഥയുണ്ട്, കഥകളിയുടെ കഥയുണ്ട്, ചെറുകഥയും നോവലും ഒക്കെ ഉള്ള ഒരു പബ്ലിക്കേഷൻ. അതിൽ ഗംഭീരമായ ലേഖനങ്ങളും ഉണ്ടാവും. ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഇതിൻ്റെ എഡിറ്ററായിട്ടാണ് കളത്തിൽ വർഗീസ് വരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ എത്ര കോപ്പി അടിക്കുന്നു എന്നുള്ള തീരുമാനം ആദ്യം എടുക്കണം. കാരണം ആദ്യത്തെ ഫോറം മുതൽ 8 പേജോ 12 പേജോ ഉള്ള ഒരു ഫോറമാണ് ആദ്യം അടിക്കുക. അപ്പോൾ 2000 കോപ്പി അല്ലെ 500 കോപ്പിയാണ് വേണ്ടിക്ക് 500 കോപ്പി അത് ആദ്യം അടിക്കണം. അപ്പോൾ അതിനൊരു യോഗം അദ്ദേഹം വിളിച്ചു, സർക്കുലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ എല്ലാവരും ചേർത്ത്. അപ്പോൾ അവരോട് ചോദിച്ചു നമ്മൾ എത്ര കോപ്പി അടിക്കുന്നു എന്നുള്ളത് ഉടനെ തീരുമാനിക്കണം, അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നോക്കിയിട്ടൊരു 500 കോപ്പി വിൽക്കാൻ നോക്കും, ഇത്രയും വലിയ 500 പേജുള്ളൊരു പുസ്തകമൊക്കെ ആകുമ്പോൾ. അപ്പോൾ കളത്തിൽ വർഗീസ് പറഞ്ഞു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് 500 പേജൊക്കെ ഉണ്ടായിട്ട് 500 കോപ്പി വിൽക്കാനോ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് അടുത്ത ആഴ്ച ഫൈനൽ തീരുമാനം എടുക്കണം. അടുത്ത ആഴ്ച വീണ്ടും യോഗം കൂടിയപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ
500 പറഞ്ഞത് കൂടിപ്പോയെന്നാണ് ഇപ്പോൾ തോന്നുന്നു. ഇത്രയൊന്നും വിറ്റ് പോവുകയില്ല. അപ്പോൾ കളത്തിലോനീസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പ്രിൻ്റ് ഓർഡർ ഞാൻ നിശ്ചയിക്കാം, 2000 കോപ്പി. അവർ ചാരി വിൽക്കും, വിൽക്കാനുള്ള സംവിധാനമൊക്കെ ഞാൻ ചെയ്തോളാം. അതെങ്ങനെ വിൽക്കും സാറേ? അപ്പോൾ കളത്തിലോനീസ് പറഞ്ഞു, നമ്മൾ ഗൾഫ് അങ്ങോട്ട് തുറന്ന് തുടങ്ങിയേ ഉള്ളൂ, ആളുകൾ പാസ്പോർട്ടൊക്കെ എടുത്ത് അങ്ങോട്ട് പോയി തുടങ്ങുന്നേ ഉള്ളൂ. മക്കൾക്കെല്ലാം പാസ്പോർട്ട് എടുക്കണം. അപ്പം മക്കളുടെ എല്ലാം ജന്മദിന തീയതിയൊക്കെ കർക്കിടകം 31 മകരത്തിലെ ഭരണി നാളിൽ എന്നൊക്കെയാണ് ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയ ഗ്രിഗോറിയൻ കലണ്ടറിലുള്ള ഇംഗ്ലീഷ് ഡേറ്റ് കിട്ടണം, ഡിസംബർ 15 അല്ലെങ്കിൽ നവംബർ 20 എന്നൊക്കെ. അപ്പം നമ്മുടെ ഈ മകരം ഭരണിയിലെ നാളിലുള്ള കറസ്പോണ്ടിങ് ആയ ഇംഗ്ലീഷ് ഡേറ്റ് കിട്ടാൻ വലിയ പ്രയാസമാണ്. എവിടെയെങ്കിലും ചെന്ന് നല്ലൊരു ജോത്സ്യൻ്റെ അടുക്കൽ ധാരാളം വിവരങ്ങളുള്ള ആളുടെ അടുക്കലൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പുസ്തകത്തിൽ 60 വർഷത്തെ പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നതാണ്. ആ പഞ്ചാംഗത്തിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയ ഇംഗ്ലീഷ് ഡേറ്റ് കൂടെ ചേർക്കും. കർക്കിടകം 31 എന്ന് പറഞ്ഞാൽ അതൊന്ന് ഇംഗ്ലീഷ് ഡേറ്റത്തിലാണ്. അപ്പോൾ 60 വർഷത്തെ നിങ്ങളുടെ പാസ്പോർട്ടിന് മാത്രമല്ല, നിങ്ങളുടെ അച്ഛന് പാസ്പോർട്ട് എടുക്കണമെങ്കിലും ഇത് നോക്കാം. ഇത് പരസ്യം ചെയ്തതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ഈ 2000 കോപ്പി വിറ്റുപോയെന്ന് മാത്രമല്ല, പിന്നീട് 2 എഡിഷൻ കൂടെ ഇറക്കേണ്ടി വന്നു. അത്രയ്ക്കായിരുന്നു ആ ഒരു എഡിറ്ററുടെ ഒരു ബ്രില്യൻസ് കൊണ്ട്, ഒരാശയം കൊണ്ട് ആ പ്രസിദ്ധീകരണത്തിന് കിട്ടിയ ഒരു ഇത്. ഇദ്ദേഹം ഈ ഫലിതബിന്ദുവിൻ്റെ കാര്യത്തിൽ ചെയ്ത പോലെ തന്നെ സമൂലമായ മാറ്റങ്ങൾ വരുത്തി. അന്നൊക്കെ ഡോക്ടർമാരുടെ ലേഖനങ്ങൾ പത്രത്തിൽ വരുമായിരുന്നു. ഡോക്ടറുടെ ലേഖനം കൊടുക്കുന്നതിന് പകരം ഡോക്ടറോട് ചോദിക്കുക എന്നൊരു പങ്ക്തിയാക്കി. അപ്പോഴും നമ്മുടെ പേര് പത്രത്തിൽ വരും. ഡോക്ടറുടെ പേരുണ്ടാവും, പക്ഷേ നമ്മുടെ പേരിലുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാത്തിനകത്തും ഒരു റീഡർ ഫ്രണ്ട്ലി ആയ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹം കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോൾ സാധാരണ നമ്മൾ AIRനെ പറ്റി പറയാറുണ്ട്. AIR ഒരു നിർവിചാര പരബ്രഹ്മമാണ്, സർക്കാരിൻ്റെ സ്ഥാപനമാണെന്നൊക്കെ പറയും. പക്ഷേ AIRന് പോലും ആവേശം വന്നിട്ട് അന്ന് വരെ ആകാശവാണി കൊടുത്തുകൊണ്ടിരുന്നത് എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളായിരുന്നു. അതായത് ഈ പരിപാടി അവതരിപ്പിക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ മാത്രമാണ് അദ്ദേഹം കൊടുക്കുക. അദ്ദേഹം പോലും അത് തിരിച്ചിട്ടു, നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ നാക്കി. അതിനൊക്കെ ഈ വർഗീസ് കളത്തിൻ്റെ ഈ ആശയത്തിൻ്റെ ഒരു പെരുമയാണ് അതിൻ്റെ പിന്നീട് ഉണ്ടായത്. അപ്പോൾ അത് സിനിമയിലെ ശബ്ദരേഖ നമ്മൾ സാധാരണ സിനിമ ഉണ്ടാക്കുമ്പോൾ മാത്രം ആലോചിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ശബ്ദരേഖ കൊണ്ട് ഒരു അത്ഭുതം കാണിക്കാമെന്നുള്ള AIR തീരുമാനിച്ചു. ശബ്ദരേഖ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ശബ്ദരേഖ ബ്രോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ കാമ്പിശ്ശേരിക്കൊരാശയം കിട്ടി. കാമ്പിശ്ശേരിയാണ് എൻ്റെ അറിവിൽ ലോകത്തിൽ പ്രതിഫലം കൊടുക്കില്ല എന്ന് പരസ്യം ചെയ്തിട്ടുള്ള ഏക പത്രാധിപർ. ജനയുഗത്തിലൊരു പരസ്യം വന്നു, ജനയുഗം ആർക്കും ലേഖനങ്ങൾക്കും കഥകൾക്കും പ്രതിഫലം കൊടുക്കുന്നില്ല, അതുകൊണ്ട് പ്രതിഫലം പ്രതീക്ഷിച്ച് ആരും ഇങ്ങോട്ടൊന്നും അയക്കണ്ട എന്ന് പത്രത്തിൽ അദ്ദേഹം പരസ്യം ചെയ്തു, വീക്ക്ലിയിൽ പരസ്യം ചെയ്തു. അദ്ദേഹം നോക്കിയപ്പോൾ ഈ ശബ്ദരേഖ എടുത്താൽ 1 ലക്കം മുഴുവൻ ഓടിക്കാം, ഒരു 50-60 പേജ്. അപ്പോൾ ആർക്കും പ്രതിഫലം കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെ ഈ ആശയങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് എവിടം വരെ പോകുന്നു എന്നുള്ളത് ഞാൻ കാമ്പിശ്ശേരിയുടെ പറഞ്ഞപ്പോഴാണ്. ബൈക്കന്നൂരിൽ നിന്ന് ഒരു ഇന്ത്യക്കാരനെ ബഹിരാകാശത്തേക്ക് അയച്ചു, റഷ്യ. അപ്പം ബൈക്കന്നൂരിലെ കോസ്മോഡ്രോമിൽ നിന്ന് ഇയാളെ വിടുന്ന ദിവസത്തേക്ക് എന്തൊക്കെ രാകേഷ് ശർമ്മ എന്ന് പറയുന്ന ഒരാളെ, ഒരു ഇന്ത്യക്കാരനെ ബഹിരാകാശത്തേക്ക് വിടുക. എന്തൊക്കെ ചെയ്യണമെന്ന് പല പത്രാധിപന്മാർ ആലോചിച്ചു. അന്ന് മനോരമയിലെ ആളുകൾക്ക്
ശാസ്ത്രീയ വിഷയങ്ങളിലുള്ള ലേഖനങ്ങൾക്കൊക്കെ പുറമേ സാധാരണക്കാരന് ഇഷ്ടപ്പെടുന്ന എന്ത് ചെയ്യാൻ ഒക്കുമെന്ന് ആലോചിച്ചപ്പോൾ അവരുടെ മനസ്സിൽ വന്ന ഒരാശയം, നമ്മുടെ ഇന്നത്തെ സാഹിത്യകാരന്മാരിലെ പ്രമുഖരായ ഒരു 8-10 പേര് ബൈക്കന്നൂരിൽ പോവുകയാണെങ്കിൽ അവരിതെങ്ങനെയായിരിക്കും റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു പാരഡി ഉണ്ടാക്കുക. അപ്പോൾ അത് ആരെഴുതുമെന്ന് ആലോചിച്ചപ്പോൾ വീച്ചേൻ എഴുതിയാൽ നല്ല രസമായിരിക്കും. അപ്പോൾ അന്ന് എനിക്ക് വീച്ചേനെ പരിചയമില്ലാത്ത കാലമാണ്. അപ്പം ഞാൻ മനോരമയുള്ള ചുവലൂർ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞു, കൃഷ്ണൻകുട്ടി ഇങ്ങനൊരാശയമുണ്ട്, ഒന്ന് വീച്ചേനോടൊന്ന് പറഞ്ഞൊന്ന് അറ്റൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻകുട്ടി പറഞ്ഞു, മുഷിയില്ലെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഒരു 2 സാമ്പിൾ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ചുവലൂർ കൃഷ്ണൻകുട്ടി 2 പേരുടെ സാമ്പിൾ റിപ്പോർട്ടിങ് എഴുതിക്കൊണ്ട് വന്നു. ഒന്ന് എം കൃഷ്ണനായരായിരുന്നു, മറ്റൊന്ന് ONV കുറുപ്പ്. സത്യത്തിൽ ഞാനങ്ങ് ഞെട്ടിത്തരിച്ചിരുന്നു പോയി. കാരണം ഇത്ര മനോഹരമായിട്ട് കൃഷ്ണനായരെ അനുകരിച്ച, ഇത്ര മനോഹരമായിട്ട് ONV അനുകരിച്ച് ചുവല്ലൂർ എഴുതിയല്ലോ എന്നുള്ളൊരു അത്ഭുതം. ചുവല്ലൂർ തന്നെ ചെയ്താൽ മതി എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ചുവല്ലൂർ 8-10 സാഹിത്യകാരന്മാരുടെ അനുകരണങ്ങൾ എഴുതിക്കൊണ്ട് വന്നു. അത് മനോരമയുടെ അന്നത്തെ ലീഡർ പേജ് മുഴുവൻ അപ്പോൾ ഹൈലൈറ്റായിട്ട് നടുവിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു, ഈ രാകേഷ് ശർമ്മയുടെ വിക്ഷേപണം കാണാനായിട്ട് നമ്മുടെ സാഹിത്യകാരന്മാർ ബൈക്കന്നൂരിൽ പോയിരുന്നെങ്കിൽ അവരെങ്ങനെയാകുമായിരുന്നു റിപ്പോർട്ട് ചെയ്യുക എന്ന് ചുവലൂർ കൃഷ്ണൻകുട്ടി അനുകരിച്ചെഴുതുന്നു എന്നൊരു ഹൈലൈറ്റ് ഉണ്ടായിരുന്നു. അന്ന് DC കിഴക്കമുറി ട്രെയിനൊന്നും അത്രയും പോപ്പുലർ ആകുന്നതിന് മുമ്പുള്ളൊരു ഘട്ടമായതുകൊണ്ട് അദ്ദേഹം ബസ്സിൽ ട്രിവാൻഡ്രത്തേക്ക് പോവുക. അപ്പോൾ അദ്ദേഹം ഇത് വായിച്ച് ലീഡർ പേജ് കണ്ട് ഹൈലൈറ്റ് പുള്ളി വായിച്ചില്ല. അപ്പം DC അരിച്ചി കള്ളന്മാരൊക്കെ റഷ്യ പോയിട്ട് എന്നോട് പറയാതെ പൊക്കളഞ്ഞല്ലോ എന്നുള്ള അരിശത്തിലാണ് ഇത് വായിക്കുന്നത്. അദ്ദേഹം അന്നും മൊബൈൽ ഫോണും ഇല്ല. തിരുവനന്തപുരത്ത് ഇറങ്ങി ഉടനെ ഫോണിൽ ആഫീസിൽ വിളിച്ച് പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് നൈറ്റ് ഷിഫ്റ്റിലൂടെ കമ്പോസിറ്റർമാർ വരാൻ ഏർപ്പാട് ചെയ്യണം. നമുക്ക് ഈ സാഹിത്യകാരന്മാരൊക്കെ മടങ്ങി വന്നാൽ ഉടനെ അവരെ കൊണ്ടൊരു 10 പേജ് വീതം എഴുതിച്ച് നമുക്കൊരു പുസ്തകമാക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഹോട്ടലിൽ ചെന്ന് പുള്ളി സാവകാശം വായിച്ചപ്പോഴാണ് ഇത് ചുവല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ വേല. അപ്പോൾ DC അവിടെ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ എന്തോ ഒരു ചതിവാ താൻ ചെയ്തത്, ഞാനിതിങ്ങനെ എന്ന് പറഞ്ഞ്. അപ്പം ഇതെല്ലാം ഒരു ആശയങ്ങളുടെ തുടർച്ചയായിട്ട് സംഭവിക്കുന്നതാണ്. സാറേ, പിന്നെ ഈ ക്രിയേറ്റിവിറ്റി എഴുതുന്നതിലും ലീഡ് കൊടുക്കുന്നതിലുമുള്ള ക്രിയേറ്റിവിറ്റി ചില എക്സാമ്പിൾസ് സാറ് പറയണ്ടായി. ഒന്ന് വൈക്കം ചന്ദ്രശേഖരൻ നായർ വള്ളത്തോളിൻ്റെ. വൈക്കം ചന്ദ്രശേഖരൻ നായരെ പോലെ ഒരു പത്രാധിപരുണ്ടാവില്ല. കാരണം ഇത്രയേറെ വൈവിധ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം കൊല്ലത്ത് ജനകീയത്തിൽ ജോലി ചെയ്യുന്ന കാലത്ത് വള്ളത്തോൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പുള്ളിക്ക് ഷൊർണൂരേക്ക് പോയാലേ പറ്റുള്ളൂ. അദ്ദേഹം അവിടുന്ന് അടുത്ത ബസ്സിൽ കയറി യാത്ര പുറപ്പെട്ടു. അങ്ങ് ചെന്നപ്പോഴത്തേക്ക് നേരം വെളുത്തു. പുഴയിലിറങ്ങി കുളിച്ചു, വസ്ത്രം മാറി, നേരെ വള്ളത്തോളിൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശവദാഹത്തിനുള്ള ഒരുക്കങ്ങളായി. പിന്നെ അതേ ഉള്ളൂ റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ രാവിലത്തെ പത്രങ്ങളിൽ ബാക്കിയൊക്കെ നാട്ടുകാർ സഹപ്രവർത്തകരെല്ലാം കൂടെ റിപ്പോർട്ട് കൊടുത്തിരുന്നു. വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ റിപ്പോർട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഞാനൊരു പത്രപ്രവർത്തനമൊക്കെ ആകുന്നതിന് മുമ്പ് വായിച്ചത് 58 59. 7 തിരിയിട്ട നിലവിളക്കിന് ചുവടെ ചുട്ടി കുത്താൻ എന്ന വണ്ണം വള്ളത്തോൾ നീണ്ടു നിവർന്ന് കിടന്നു എന്നാണ്, നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്നാണ് വൈക്കം എഴുതിയത്.
ഏഴ് തിരിയിട്ട നിലവിളക്കെന്ന് വായിക്കുമ്പോൾ തന്നെ കഥകളിയും കലാമണ്ഡലവും ഒക്കെ അദ്ദേഹം നമ്മുടെ മനസ്സിലേക്ക് കയറ്റിവിടുന്നുണ്ട്. അന്നേരം കലാമണ്ഡലവും കഥകളിയും കിട്ടാത്തവന് അടുത്ത വാക്കിൽ കിട്ടും. ചുറ്റി കുത്താനെന്നുള്ള വായിക്കുമ്പോഴെങ്കിലും അത് കിട്ടും. അന്നേരവും കിട്ടാത്തവന് പിന്നെ ജീവിതാവസാനം വരെ അത് കിട്ടുകയില്ല. പക്ഷെ എന്തോ മനോഹരമാണ്. എന്നിട്ട് അത് അവസാനിക്കുന്നതോ വള്ളത്തോൾ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ കാണുന്ന 1000 പേരിൽ ഒരാൾക്ക് 6 അടി കൂടുതൽ ഹൈറ്റ് ഉണ്ടാവും. പക്ഷെ അന്നൊക്കെ കാണുന്ന 10,000 പേരിൽ ഒരാൾക്ക് ഈ 6 അടി ഹൈറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, അയ്യോ ഈ വള്ളത്തോൾ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര അന്നത്തെ തലമുറയിലെ ഒരു 6 അടിക്കാരനാണല്ലോ എന്ന് നമ്മൾ ഓർക്കുന്നത്. ഇത് മുഴുവൻ ഒരൊറ്റ സെൻറ്റൻസിൽ ആവാഹിക്കാനായിട്ട് വൈക്കത്തിന് കഴിഞ്ഞു. അതും ഒരു 2-ാം ദിവസത്തെ റിപ്പോർട്ട്. പിന്നെ സാറ് പറഞ്ഞല്ലോ ഈശ്വരവാര്യരുടെ പുസ്തകത്തിലുള്ള ഒരു അസാധാരണമായ സെൻറ്റൻസ്. ഈശ്വരവാര്യർ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ അതിഗംഭീരമായ, ഗംഭീരം എന്നുള്ള വാക്ക് അതിന് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല, ഒരു വാചകമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞിട്ടും എൻ്റെ മകനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്നൊരു വാചകം. ഇത് നമ്മുടെ നെഞ്ചിൽ തറയ്ക്കുന്ന ഒരു വാചകമാണ്. മരിച്ചു കഴിഞ്ഞിട്ടും, രാജനെ പറ്റി പറയുകയാണ്, മരിച്ചു കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളവനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത്? ഇത് രവി കുറ്റിക്കാടാണ് ഈ പുസ്തകം എഴുതിയെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ രവി കുറ്റിക്കാടിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കരമായ ഒരു വാചകമായി അത്. അപ്പോൾ രവി പറഞ്ഞു, അത് എൻ്റെ വാചകമല്ല, ഞാനിതെല്ലാം എഴുതി കഴിഞ്ഞ് വായിക്കാനായിട്ട് അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിന് കൊടുത്തു. അപ്പുക്കുട്ടൻ വള്ളിക്കുന്നാണ് ഈ വാചകം എഴുതിയത്. അത് കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ അത്ഭുതം. കാരണം രാഷ്ട്രീയം മാത്രം എഴുതുന്ന അപ്പുക്കുട്ടൻ ഇത്ര ടച്ചിങ് ആയ ഒരു വാചകം ഈശ്വരവാര്യരുടേതായിട്ട് അതിൽ എഴുതി ചേർത്തല്ലോ എന്നുള്ള ഒരു അത്ഭുതം. ഞാൻ അദ്ദേഹത്തെയും വിളിച്ച് അഭിനയിച്ചു. ഗംഭീരം. പിന്നെ ഈ വേറെ ആശയങ്ങൾ വരുന്ന ചില ഗംഭീര അപ്രതീക്ഷിത വഴികളുണ്ട്. അത് ഈ സ്വപ്നത്തിൽ ആശയങ്ങളുണ്ടാകും. സ്വപ്നത്തിൽ ആശയം കിട്ടുന്നത് പലതുമുണ്ട്. സ്വപ്നത്തിൽ കിട്ടുന്ന ആശയത്തിനുള്ളൊരു ദോഷം, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വപ്നം മറന്നു പോകും. അതുകൊണ്ട് ഈ പതിവായിട്ട് ആശയങ്ങൾ കിട്ടുന്നവർ ചെയ്യുന്നത്, സ്വപ്നം കണ്ടാൽ ഉടനെ പോയി അത് കുറിച്ച് വെക്കും. പിന്നെ നാളെ രാവിലെ ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ VJ ജെയിംസ് വലിയ ശാസ്ത്രജ്ഞനൊക്കെയാണ്, വയലാർ അവാർഡ് കിട്ടി. അദ്ദേഹത്തിന് ഒരു സ്വപ്നത്തിലൊരാശയം കിട്ടി. അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ എഴുന്നേറ്റ് ചാടി എഴുതി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇത് പൂർത്തിയായിട്ടില്ല, കഥയുടെ പകുതിയെ കിട്ടിയുള്ളൂ, ഇനിയിപ്പോൾ എന്തോ. അദ്ദേഹം വീണ്ടും പോയി കിടന്നപ്പോൾ 2-ാം ഭാഗം വരുന്നു, സിനിമയുടെ പുതിയ റീല് വരുന്നതാണ്. അപ്പോൾ വീണ്ടും എഴുന്നേറ്റ് ഞാൻ ഒരു സ്വപ്നം ഇൻസ്റ്റാൾമെൻ്റായിട്ട് കണ്ട ഏകയാള് VJ ജെയിംസാണ്. യോഹന്നാൻ്റെ വെളിച്ചം എന്നുള്ള പുസ്തകമാണ്. യോഹന്നാൻ്റെ ആ പുസ്തകം ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ കിട്ടിയ കഥയാണ്. ഈ ഇപ്പം ഡെയിലിയിലേക്ക് സ്റ്റോറികൾ ഉണ്ടാവുന്നതും പല ദിക്കുന്ന ന്യൂസ് റൂമെന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലോട്ടറി അടിച്ച ആൾ ആ പൈസ എങ്ങനെ ചെലവിട്ടു എന്നുള്ളതാണ് മനോരമ ഒരു കാലത്ത് പ്രസിദ്ധമാക്കിയിട്ടുള്ള ഒരു സീരീസ്. അത് സാറിൻ്റെ ആഫീസിൽ പ്യൂണാണത് പറഞ്ഞ് എന്ന് പറയണ്ടായി. ഈ ആശയങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും ടാപ്പ് ചെയ്യും, എല്ലാവരോടും ആശയങ്ങൾ സ്വീകരിക്കുക. അത് പ്യൂണെന്നില്ല, സീനിയർ എഡിറ്ററെന്നില്ല, ചീഫ് എഡിറ്ററെന്നില്ല, ആരിൽ നിന്നും ആശയം സ്വീകരിക്കാനായിട്ടാണ് നമ്മളവിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ കോഴിക്കോട്ട് ജോലി ചെയ്ത കാലത്ത് TK സാറിൻ്റെ ഒരു അയൽവാസിയായ ഒരു കുട്ടി, അവന് ജോലിയൊന്നുമില്ലായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ മനോരമയിൽ ഒരു എഡിറ്റോറിയൽ പ്യൂണായിട്ട് നിയമിച്ചു.
ഈ വിശ്വരാജന് ഇടയ്ക്ക് വന്ന ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കും. ഒരു ദിവസം വിശ്വരാജൻ വന്ന് ചോദിച്ചു, സാറേ ഈ ലോട്ടറി തുടങ്ങിയിട്ട് കുറേ വർഷമായല്ലോ, ഇത് കിട്ടിയവരൊക്കെ എങ്ങനെയാണ്, രക്ഷപ്പെട്ടോ അതോ പിന്നെയും പഴയ ഗതിയായോ എന്ന്. ഞാൻ അച്ഛൻ്റെ ദൈവമേ, എന്തൊരു ഗംഭീരമായ ഒരാശയമാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സഹായിയാണ് നമ്മളോട് വന്ന് ഈ ആശയം തരുന്നത്. നമ്മളപ്പം തന്നെ ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് അതുവരെയുള്ള എല്ലാ ലോട്ടറി വിന്നേഴ്സിൻ്റെയും ലിസ്റ്റും ഒക്കെ എടുത്ത് സകല ലേഖകന്മാരും അവിടെ പോയി ലിസ്റ്റും ഒക്കെ എടുത്ത് അവരെ പോയി കണ്ടുപിടിച്ചപ്പോൾ അതിൽ മഹാഭൂരിപക്ഷം ആളുകളും ആ കാശൊക്കെ നഷ്ടപ്പെട്ട്, കാരണം പിറ്റേ ദിവസം തന്നെ കുറേ ബന്ധുക്കൾ അവിടെ ചെന്നാൽ പിന്നെ ഒരാഴ്ച പോവുകയില്ല. പിന്നെ മദ്യപാനമായി, സിനിമയായി. അതിൽ ഒരാൾ ഏറ്റവും സങ്കടകരമായ കഥ പറഞ്ഞ ആൾ, അദ്ദേഹം ആ ബന്ധുക്കളെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു, നമ്മൾ ഇതുവരെ മൈസൂർ കണ്ടിട്ടില്ലല്ലോ, നമുക്കൊന്ന് മൈസൂരിൽ പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ 3-4 പേര് ചേർന്ന് മൈസൂരിൽ പോയി. മൈസൂരിലെ ബാർ ഹോട്ടലൊക്കെ എങ്ങനെ ഉണ്ടോയെന്ന് അറിയണമല്ലോ എന്ന് ഒരുത്തൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബാർ ഹോട്ടലിൽ പോയി. സിനിമ കാണാൻ ഒന്ന് പോയാലോ, സിനിമയ്ക്ക് ചെന്നപ്പോൾ സെക്കൻഡ് ഷോയും തുടങ്ങിക്കഴിഞ്ഞ് അവർ പറഞ്ഞ പകുതിയായി. എന്നാൽ ഞങ്ങൾക്കായിട്ടൊരു ഷോ നടത്താൻ പറ്റുമോ? പറ്റും. 2 മണിക്ക് വന്നാൽ, 1 മണിക്ക് വന്നാൽ പുതിയൊരു ഷോ. എത്ര രൂപ വേണം? 2500 രൂപ. ഓ, കൊടുത്തു. 2500 രൂപ എടുത്ത് ഷോ. ഇങ്ങനെ ഇത് മുഴുവൻ നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിൽ പിന്നെ ജോലി ചെയ്യാൻ വയ്യാതായി മറ്റൊരു നാട്ടിൽ പോയി കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളെ കിട്ടി. അയാളെ അവിടെ നിന്ന് നമ്മുടെ ലേഖകൻ ആഫീസിൽ കൊണ്ടുവന്ന് അവിടെ ആളുകൾ ഇൻ്റർവ്യൂ ചെയ്ത് അയാൾക്ക് പാരിതോഷികമൊക്കെ കൊടുത്ത് അയാളെ പോയി കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. അപ്പം ഞാൻ ചോദിച്ചു, വല്ലതും മറന്നുപോയോ? അല്ല, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ പണ്ട് വൈത്തിരിക്ക് അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മാനന്തവാടിയിൽ നിന്ന് കുറേ ദൂരെയാണ്, അവിടെയാണ് കൂലിപ്പണി ചെയ്തത്. പക്ഷെ ഇപ്പോഴും ഞാൻ വൈത്തിരി പോവുകയാണെങ്കിൽ ടാക്സി പിടിച്ചേ പോവുള്ളൂ, കാരണം നമ്മുടെ മാനം കളയരുത്. അപ്പം എനിക്ക് സങ്കടം തോന്നി. നാളെ പുള്ളിയുടെ ഉള്ള മുഴുവൻ മാനം പോകാൻ പോവാം. പത്രത്തിൽ പുള്ളിയുടെ പടവും വെച്ചു. അപ്പം ഇങ്ങനെ ആശയങ്ങൾക്ക് വേണ്ടി നമ്മൾ മനസ്സ് തുറന്നു വെച്ചിരുന്നാൽ മാത്രമേ ആശയം വരുള്ളൂ. അല്ല, ഈ ഇപ്പോൾ മനോരമയിൽ ഉള്ള ഒരു പങ്ക്തിയാണ്, വേറെ ആരും ഇന്നെന്നുള്ള കോളം എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നുള്ളത് മാതൃഭൂമിയിലാണ് ആദ്യം വന്നത്. KR പണിക്കർ കൊച്ചിയിൽ ന്യൂസ് എഡിറ്ററായിരിക്കുന്ന കാലത്താണ് ഇന്നത്തെ പരിപാടി എന്നൊരു കോളം ആദ്യമായിട്ട് ആരംഭിച്ചത്. അപ്പോൾ പിന്നെ അതെല്ലാവരും സ്വീകരിച്ചു. ഇന്ന് എന്നൊരു കോളം തന്നെ മനോരമ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നാളെ എന്നുള്ളൊരു കോളം തുടങ്ങി. അതായത് ഇന്നത്തെ പരിപാടി എന്നുള്ളത് ലോകത്തിലുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് KR പണിക്കർ എന്ന് പറയുന്ന മാതൃഭൂമിയിലുണ്ടായിരുന്ന ബ്രില്യൻ്റ് എഡിറ്റേഴ്സിൽ ഒരാളാണ് മലയാളത്തിൽ തുടങ്ങിയത്. അദ്ദേഹം കോഴിക്കോട്ടുകാരനായ അദ്ദേഹം ഒരു പണിഷ്മെൻറ്റിൽ കൊച്ചിയിലേക്ക് ട്രാൻസ്ഫറായി വന്ന സമയത്ത് കൊച്ചിയിൽ വെച്ചാണ് തുടങ്ങുന്നത്. ആ പനിഷ്മെൻറ്റിൻ്റെ കഥയൊന്ന് പറയണം. എന്തോ ആ പനിഷ്മെൻറ്റിൻ്റെ കഥയും ഒന്ന് പറയണം. കാരണം അദ്ദേഹം വളരെ ധീരശൂര പരാക്രമയായിരുന്നു, സോഷ്യലിസ്റ്റായിരുന്നു, അഭ്യാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഉറക്കത്തിന് തടസ്സം വന്നു കഴിഞ്ഞാൽ, ഉറക്കം ഉണർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം കാണുന്ന ആളെ അടിക്കും. അപ്പോൾ അങ്ങനെ ശിവരാമൻ എന്ന് പറഞ്ഞിട്ട് മോണോടൈപ്പ് ഉള്ള ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ആ പുള്ളി ഇയാളായിട്ട് എന്തോ വക്കാണുണ്ടായി എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാതൃഭൂമിയുടെ ക്യാൻറ്റീൻ 3rd ഫ്ലോറിലാണ്. അപ്പോൾ അയാൾ എന്താ പറയണ്ടത്, KR പണിക്കർ അവിടെ ഇങ്ങനെ നിൽക്കണു, ഇയാൾ ഇങ്ങനെ കയറി വരുന്നു. ഈ അവസാനത്തെ പടിയിലെത്തിയത് ഒരു ഒറ്റ അടിയാണ് അടിച്ചു ഈ അഭ്യാസി. അതോടുകൂടി ഇയാൾ കടകടകടാൻ താഴേക്ക് വീണു, ആസ്പത്രിയിൽ കൊണ്ടുപോയി. അതിനാണ് ഈ KR പണിക്കരെ ട്രാൻസ്ഫർ ചെയ്ത് കൊച്ചിയിൽ ന്യൂസ് എഡിറ്ററാക്കി. അപ്പോൾ നമുക്കിതുപോലെ എന്ത് തുടങ്ങാമെന്ന് ആലോചിച്ചപ്പം
അങ്ങനെ ഒരു ആശയം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഒരു കൊളീഗ് വന്ന് എന്നോട് ചോദിച്ചു, സാറേ 1000 രൂപ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു, തരാനുണ്ടോ കയ്യിലെന്ന് ചോദിച്ചു. ഞാൻ ചെന്നത് സാറേ അത്യാവശ്യം, ഞാൻ ബാങ്കിൽ നിന്ന് കാശ് എടുക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് ഇന്ന് ബാങ്ക് ഹോളിഡേ ആണെന്ന് അറിഞ്ഞത്. അതറിയാഞ്ഞുകൊണ്ടോ നാളെ രാവിലെ ബാങ്കിൽ നിന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിലുള്ളതും തൊട്ടടുത്തിരിക്കുന്ന ആളുടെ നിന്നൊക്കെ കൂടെ 1000 രൂപ പുള്ളിക്ക് സംഘടിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു, ഇങ്ങനെ അന്നറിയേണ്ട മറ്റ് സംഭവങ്ങൾ, അതിനെപ്പറ്റി ഒരു കോളം, ഇന്ന് ട്രെയിൻ ഓടുന്നില്ല എന്നുള്ള ഒരു വിവരം, അല്ലെങ്കിൽ ബോംബെ ട്രെയിൻ ഇന്ന് ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരം രാവിലെ ആ കോളം നോക്കിയാൽ ഉടനെ അറിയാം ഇന്ന് സംഭവിക്കേണ്ടിയിരുന്നിട്ട് സംഭവിക്കാത്ത കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഇരുന്ന കാലത്ത് ഇതുപോലെ ഇന്ന് ബാങ്ക് അവധിയാണെന്നുള്ളത് കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ തോന്നി ഇന്ന് ബാങ്ക് അവധിയാണ്, ഇന്ന് അറിഞ്ഞിട്ട് എന്നാ കാര്യം, ഇന്നലെ അറിഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അവിടെ നമ്മൾ കൊടുത്തു നാളെ ബാങ്ക് അവധിയാണ്, അതുകൊണ്ട് ഇടപാടുകൾ ഇന്ന് നടത്തുക എന്ന് പറഞ്ഞൊരു അത് ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ, സാറേ മറ്റേ കാര്യം കൂടെ ഒന്ന് പത്രത്തിൽ കൊടുക്കണം. ഏത് കാര്യം? നാളെ ബീവറേജസ് കോർപ്പറേഷൻ അവധിയാണ്, അതുകൊണ്ട് സാധനം ഇന്നേ മേടിച്ചു. അപ്പം നമ്മുടെ വായനക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? പക്ഷേ ഇങ്ങനെയുള്ള രസികത്വത്തിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നത്. ഏതെങ്കിലും ഒരു ഇപ്പോൾ പുതിയ പിള്ളേരും ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, പത്രപ്രവർത്തകരാവാൻ ശ്രമിക്കുന്നവർ, ആയവർ, യുവതലമുറ. ഇവർക്കൊക്കെ എന്ത് തരത്തിലുള്ള ഒരു നിർദ്ദേശ ഉപദേശ അല്ലെങ്കിൽ എന്താണ് എന്ത് ന്യൂസ് സെൻസ് അതിലൊക്കെ ബന്ധപ്പെട്ട് എന്തൊരു അഭിപ്രായമാണ് സാറ് കൈമാറാറ്? സാധാരണയായി ഈ പത്രപ്രവർത്തകൻ ആഗ്രഹിക്കുന്നവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ 2 കഥകൾ പറയും അവരോട് പറയും. ഒന്നുകിൽ EMSൻ്റെ ഭാര്യ വീടിന് മുമ്പിലുള്ള വയലിലെ ചായക്കടക്കാരൻ്റെ ബുദ്ധിയെങ്കിലും നമുക്ക് വേണം. അതില്ലെങ്കിൽ KV തോമസ് മാസ്റ്ററിൻ്റെ കുമ്പളങ്ങിയിലെ മനോരമ ഏജൻറ്റിൻ്റെ ബുദ്ധിയെങ്കിലും വേണമെന്ന് പറയും. ഇത് രണ്ടും നമുക്ക് ആർക്കും, പത്രപ്രവർത്തകരെന്നല്ല ആർക്കും അനുകരിക്കാവുന്ന 2 ബുദ്ധി. EMSൻ്റെ ഭാര്യ വീട് ഏറ്റുമാനൂർ അവർ മെയിൻ റോഡിൽ നിന്ന് മാറിയ ഉള്ളിൽ അവരുടെ സ്ഥലത്താണ് താമസിക്കുന്നത്. അതൊരു വയലിലൂടെ ഇങ്ങനെ നടന്നു പോകണം, വണ്ടി പോവും. അതിൻ്റെ വയൽക്കരയിൽ ഒരു ചായക്കടക്കാരനുണ്ട്. ഈ ചായക്കടക്കാരൻ അത്യാവശ്യം ഒരു ബ്രില്യൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ EMSൻ്റെ ഇളയ മകൻ EM ശ്രീധരനെ അമ്മ ഗർഭിണിയായിരുന്ന സമയത്താണ് EMSനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യല്ല, EMS ഒളിവിൽ പോകുന്നു. ഒളിവിൽ പോയി കുറേ നാളുകൾ കഴിഞ്ഞ് മകനുണ്ടായി എന്നറിഞ്ഞു. മകനെ ഒന്ന് കാണാൻ ഭയങ്കരമായ ആഗ്രഹമുണ്ട്, പക്ഷേ ചെന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. അങ്ങനെ ഇരിക്കെ EMSന് ചിക്കൻ പോക്സ്. അന്ന് ചിക്കൻ പോക്സ് എന്നൊക്കെ പറഞ്ഞാൽ മരിച്ചു പോകുന്ന അസുഖമാണ്. അപ്പോൾ EMS നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തു, എൻ്റെ പേര് EMS നമ്പൂതിരിപ്പാടാണ്. അതും അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ സംസാരിക്കാനുള്ള വിഷമം കൂടെ കേട്ടുടനെ തന്നെ പോലീസുകാരൻ വലങ്ങെടുക്കാൻ പോയി. അല്ല, എൻ്റെ അടുത്ത് വരരുത്, എനിക്ക് ചിക്കൻ പോക്സ് ആണ്. അപ്പോൾ അവർ അദ്ദേഹത്തെ കൊണ്ടുപോയി അവിടുത്തെ സർക്കാർ ആശുപത്രിയുടെ ഒരു ഐസൊലേഷൻ വാർഡുണ്ട്. അവിടെ കാളിയമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അതിൻ്റെ മേൽനോട്ടം. കാളിയമ്മ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് സുഖമായപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. പിന്നെ 7ാം വർഷമാണ് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നത്. 7ാം വർഷം മോചിപ്പിച്ചു കഴിഞ്ഞുടനെ EMS പറഞ്ഞു, ഞാൻ ആദ്യം ഏറ്റുമാനിൽ പോയി മകനെ കണ്ടിട്ട്
മണ്ഡലമായ പട്ടാമ്പിയിലേക്ക് പോവുകയാണ്. ഇതെല്ലാം പത്രങ്ങളിൽ വന്നു. അപ്പോൾ EMS നാളെ രാവിലെ 10 മണിക്ക് ശേഷം ഏറ്റുമാനൂരിൽ വരുമെന്നുള്ള വിവരം കിട്ടിയപ്പോൾ നമ്മുടെ ചായക്കടക്കാരന് തോന്നി EMS തൻ്റെ മകനെ കാണുന്നത് അമ്മ വീട്ടിൽ വെച്ചാവരുത്, എൻ്റെ ചായക്കടയിൽ വെച്ചാവണം. അതിനെന്ത് ചെയ്യണം? അതിന് അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉണർന്ന് തലേദിവസം തന്നെ മോനെ കണ്ടു പറഞ്ഞു, മോനെ നാളെ രാവിലെ ഒരു 9-9:30 ആകുമ്പോൾ വരാമെങ്കിൽ പുട്ടും കടലയും തരാം. അപ്പോൾ ഈ മനയിൽ കിട്ടാത്തൊരു സാധനമാണ് പുട്ടും കടലയും. ഇത് കേട്ടിട്ടുണ്ട് പുട്ടും കടലയെന്ന്. ഇതൊന്ന് കഴിച്ചാലേ പറ്റൂല. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് തന്നെ ഈ മകൻ അവിടെ ചെന്നു. പുട്ടും കടലയൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് എന്നാൽ പിന്നെ അങ്കളെ ഞാൻ പോട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ പോകാൻ വരട്ടെ, അപ്പം കുറച്ച് നേരം കൊണ്ടിരിക്കുക. അപ്പോൾ ഇരിക്കാൻ ഈ ചായക്കടയിൽ ഒരു ബെഞ്ചല്ലാതെ വേറൊന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ പണപ്പെട്ടി ഇരിക്കുന്ന മേശയുടെ മുകളിൽ ഈ മോനെ കയറ്റി ഇരുത്തി വെച്ച് അദ്ദേഹം ബാക്കിയുള്ളവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് പുട്ടുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ EMS സിന്ദാബാദ് എന്ന് വിളിച്ച് ഇങ്ങനെ ഒരു ചെറിയ ജാഥ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ചായക്കടയുടെ മുമ്പിൽ വന്നപ്പോൾ ഈ ചായക്കടക്കാരൻ പുറത്തോട്ടിറങ്ങി, സഖാവെ ഒരു ചായ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ EMSനും അറിയാം ഇയാളൊരു സഖാവാന്നുള്ളത്, ഭാര്യ വീടിൻ്റെ അടുത്ത ചായക്കടക്കാരനാണല്ലോ. അപ്പോൾ EMS ചായക്കടയിലോട്ട് കയറിയപ്പോൾ മേശപ്പുറത്തൊരു പയ്യനിരിക്കുന്നു. ഇതെന്നാ ഇങ്ങനെ ഈ പയ്യനെ ഇവിടെ ഇരുത്തിയിരിക്കുന്നു നോക്കി EMS. അപ്പോൾ ചായക്കടക്ക് പറയുന്ന സഖാവ് ഇരിക്കാനൊന്നും സമയമില്ല, എനിക്ക് മോനെ കാണാൻ പോകണം, ആ ചായ ഇങ്ങ് തന്നാൽ ഞാൻ നിന്നുകൊണ്ടൊക്കെ കുടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ EMS അവിടെ നിന്നുകൊണ്ട് ആ ചായ കഴിച്ച് തിരിഞ്ഞു പോകുമ്പോൾ പതിവില്ലാത്ത പോലെ ആ മോൻ്റെ തലയിൽ, മോനാണെന്നറിയാതെ തലയിലൊന്ന് ഒഴിഞ്ഞിട്ട് നിങ്ങളുടെ മോനാണോ എന്ന് ചോദിച്ചില്ല, വിരലുകൊണ്ട് ചോദിച്ചു നിങ്ങളുടെ മോനാണോ എന്ന്. അപ്പോൾ ഈ ചായക്കടക്കാരൻ പറഞ്ഞു, സഖാവിന് മനസ്സിലായില്ലല്ലേ, സഖാവിൻ്റെ മോനാണ് EM ശ്രീധരനാണ്. അങ്ങനെയാണ് EMS എൻ്റെ മകനെ കാണുന്നത്. ഇതിനെപ്പറ്റിയാണ് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് മനോരമ ഒരു വാർഷിക പതിപ്പിൽ, അപ്പോൾ വാർഷിക പതിപ്പിൽ അന്ന് ഇൻ്റർവ്യൂസാണ് സാധാരണ കവർ സ്റ്റോറിയായിട്ട് വന്നുകൊണ്ടിരുന്നത് ഒരു കാലത്ത്. അപ്പോൾ ആ ഇൻ്റർവ്യൂസ് എല്ലാം ചെയ്യുന്നത് അതിൻ്റെ പത്രാധിപരായിരുന്ന ആളാണ് നാരായണ സാറ്. പിന്നീട് പത്രാധിപരായിട്ടുണ്ട്. നാരായണ സാറ് പറയുന്ന 2 വർഷത്തിൽ കൂടുതൽ ഒരാളെ വാർഷിക വകുപ്പിൻ്റെ ചുമതല ഏൽപ്പിക്കരുത്, അപ്പോഴത്തേക്ക് ഇത് സ്റ്റേജാവും. അപ്പോൾ ഈ പത്രാധിപരെ എല്ലാ ഇൻ്റർവ്യൂവും അദ്ദേഹത്തിൻ്റെ വകയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനൊരു വൈവിധ്യം വരുത്താൻ വേണ്ടി ചീഫ് സെക്രട്ടറി പറഞ്ഞൊരു ആലോചനയോഗം വിളിച്ചു. അപ്പോൾ അതിനകത്ത് പല വിഷയങ്ങൾ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഇൻ്റർവ്യൂസ് ആണല്ലോ ഒരു പ്രധാന വിഷയം, ഈ വർഷം നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകൻ പറഞ്ഞു, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ EMSനെ ഇൻ്റർവ്യൂ ചെയ്താൽ ഭയങ്കര, അന്ന് മനോരമയും EMSും തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കുന്ന കാലമാണ്. അപ്പോൾ ഞാനും ചേട്ടോട് ഭയങ്കര ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും, പക്ഷേ ഈ പത്രാധിപർ തന്നെ ചെയ്താൽ അതിൻ്റെ ഡൈമെൻഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നല്ല ധൈര്യം പോകാത്തതുകൊണ്ട് ഇൻ്റർവ്യൂ നടത്താൻ വേറൊരാളെ ആരെ കിട്ടുമെന്ന് ഇങ്ങനെ ആലോചിച്ച് പെട്ടെന്നൊരു പേര് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, നല്ല ആശയമാണ്, നമുക്ക് EMSൻ്റെ മോൻ ശ്രീധരനെ കൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ചെയ്യിക്കാം. അപ്പോൾ ഈ പത്രാധിപർ ചോദിച്ചു, EMSൻ്റെ മോൻ ശ്രീധരൻ അങ്ങനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിവുള്ള ആളാണ്. ഞാൻ പറഞ്ഞത് കഴിവ് നമ്മൾ ഒരു 5-8 ചോദ്യം പുള്ളിക്ക് കൊടുത്താൽ പോരെ. പക്ഷേ EMSനെ മകൻ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ 2-3 കൗതുകങ്ങളുണ്ട്. ഒന്ന്, മകൻ ഇൻ്റർവ്യൂ ചെയ്യുന്നല്ലോ എന്ന് വിചാരിച്ച് കുറേ ആളുകൾ കൂടുതൽ വായിക്കും. പിന്നെ EMSൻ്റെ മകനാകുമ്പോൾ ഇൻ്റർവ്യൂവിന് ഈ അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കണ്ട. EMS കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, അച്ഛാ എന്നോട് ഈ മനോരമക്കാരെ ഒരു 10 ചോദ്യം ചോദിക്കാൻ പറ്റുന്നത്, അതിനെനിക്ക് കാശ് തരും. എന്തുവാടാ? അപ്പോൾ ആദ്യത്തെ ചോദ്യം അന്നേരം പറഞ്ഞു, വൈകിട്ടത്തെ ചോദ്യം വൈകിട്ട് കഞ്ഞി കുടിക്കുമ്പോൾ ചോദിച്ചാൽ മതി. അപ്പോൾ ഇൻ്റർവ്യൂ ഇല്ലാതെ ഇത് മാനേജ് ചെയ്യും. അങ്ങനെ ശ്രീധരനെ കൊണ്ട് ഇൻ്റർവ്യൂ
ചെയ്ത ആ ലേഖനം വാർഷിക പതിപ്പിൽ വരുന്നതിൻ്റെ ആദ്യത്തെ വാചകം, ഞാൻ എൻ്റെ അച്ഛനെ പരിചയപ്പെടുന്നത് 7-ാം വയസ്സിലാണ്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ വാചകം എഴുതാൻ പറ്റുമോ? ഇത് EMS ജയിലിൽ നിന്ന് വന്ന് ആ ചായക്കടയിൽ വെച്ച് കാണുന്ന രംഗത്തെ പറ്റിയായി ഈ മകൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വെന്യൂ വീട്ടിൽ നിന്ന് ചായക്കടയിലാക്കാനുള്ള പ്രാഗൽഭ്യം ഈ ചായക്കടക്കാരനുണ്ടായിരുന്നത് പോലെ നമ്മുടെ പ്രാഗൽഭ്യം ആ ലെവലിലേക്ക് ഉയർന്നില്ലെങ്കിൽ പിന്നെ എന്താണ് മാർഗം എന്നുള്ളതാണ്. രണ്ടാമത്തെ കുമ്പളങ്ങി ഏജന്റിന്റെ മനോരമയുടെ കുമ്പളങ്ങിയിലെ ഏജന്റ് ഉണ്ട്. കുമ്പളങ്ങിയിൽ പൈലിച്ചേട്ടൻ എന്ന് പറഞ്ഞ് മനോരമയ്ക്ക് ഒരു ഏജന്റ് ഉണ്ടായിരുന്നു. പൈലിച്ചേട്ടൻ്റെ മികവ് എന്താണെന്ന് വെച്ചാൽ പൈലിച്ചേട്ടന് 40 പത്രമുണ്ട്. അതിലൊരു കോപ്പി പോലും നഷ്ടപ്പെടാതെ പുള്ളി ഇങ്ങനെ കൊണ്ടു നടക്കുക. കാരണം ഈ 40 പേരുടെയും പ്രതിഫലം കിട്ടിയെങ്കിൽ പുള്ളിയുടെ വീട്ടിലെ കഞ്ഞിക്കുള്ള കാശാവുള്ളൂ. അങ്ങനെ സന്തോഷമായിട്ട് 40 എന്നുള്ള 41 ആക്കാനും 42 ആക്കാനും പുള്ളി ഉത്സാഹിച്ചുകൊണ്ടിരുന്ന കാലത്ത് 1962 ആയപ്പം മാതൃഭൂമി കൊച്ചിയിൽ തുടങ്ങി. നമ്മുടെ പണിക്കര ശിക്ഷിച്ച് അയച്ചതൊക്കെ അന്നേരം 62 കൊച്ചിയിൽ നിന്ന് മാതൃഭൂമി ആരംഭിച്ചപ്പോൾ മനോരമ കോട്ടയത്തു നിന്ന് മാത്രം അച്ചടിക്കുന്ന കാലമാണ്. അപ്പോൾ വൈകുന്നേരം 6 മണി 7 മണി വരെയുള്ള വാർത്തയെ മനോരമയിൽ ഉണ്ടാവുകയുള്ളൂ, കൊച്ചിയിൽ പോകുന്ന മനോരമയിൽ. മാതൃഭൂമി കൊച്ചിയിൽ വന്നപ്പോൾ വെളുപ്പിന് 2 മണി വരെയുള്ള വാർത്തകൾ കൊടുത്തു തുടങ്ങി. അപ്പോൾ മനോരമയിലില്ലാത്ത പല വാർത്തകളും മാതൃഭൂമിയിൽ വന്നു തുടങ്ങിയപ്പോൾ വരിക്കാരി ചെല്ലിട്ട് പൈലിച്ചേട്ടനോട് പറഞ്ഞു, പൈലിച്ചേട്ടാ നിങ്ങളുടെ പത്രത്തിൽ പല വാർത്തയും 2-ാം ദിവസമാണ് വരുന്നത്. ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഞങ്ങൾ വേറെ പത്രം മേടിക്കേണ്ടി വരും. പൈലിച്ചേട്ടൻ്റെ അബ്ബിളകിപ്പോയി. കാരണം 5-8 പത്രം നിന്ന് പോയാൽ തൻ്റെ വീട്ടിലെ കാര്യം പോക്കാം. ഇതെങ്ങനെ മനോരമക്കാരോട് പറഞ്ഞാൽ പുതിയൊരു യൂണിറ്റ് തുടങ്ങാൻ ഒരു വഴിയില്ല, കാരണം പ്രസ് മേടിക്കണം, അതിനൊന്നും കാശില്ലാത്ത കാലമാണ്. പൈലിച്ചേട്ടൻ അവസാനം ആലോചനയിൽ അദ്ദേഹം പത്രം എടുക്കുന്നത് തോപ്പംപൊടി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ടാണ് ഈ പത്രക്കെട്ട് കളക്ട് ചെയ്യേണ്ടത്. അതിന് പുള്ളി സൈക്കിളും എടുത്തു പോയി, കരയ്ക്കൂടെ പോകാവുന്നിടത്തുള്ള സൈക്കിൾ ചവിട്ടിപ്പോയി, പിന്നെ ബോട്ടേ കയറി സൈക്കിളും കൊണ്ട് അക്കരെ ചെന്ന് പത്രക്കെട്ടെടുത്ത് വണ്ടിയെ വെച്ച് വീണ്ടും ബോട്ടേ കയറി കരയ്ക്ക് വന്നിട്ട് വിതരണം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ പൈലിച്ചേട്ടനൊരാശയം കിട്ടി. രാവിലെ 6 മണിക്ക് ആകാശവാണിയുടെ ഒരു റേഡിയോ വാർത്തയുണ്ട്. ആ റേഡിയോ വാർത്ത കേൾക്കാൻ തുടങ്ങി. അതിൽ മനോരമയിലും മാതൃഭൂമിയിലും ഇല്ലാത്ത എന്തെങ്കിലും പ്രധാന വാർത്ത കേട്ടാൽ പൈലിച്ചേട്ടൻ അത് കുറിച്ച് വെക്കും. എന്നിട്ട് ഈ പത്രക്കെട്ടുമായിട്ട് ബോട്ടിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം പത്രത്തിൻ്റെ 1-ാം പേജിലെ സൈഡിലുള്ള മാർജിനിൽ ഈ വാർത്ത എഴുതും, പേന കൊണ്ട്. മാർപ്പാപ്പ കാലം ചെയ്തു. മാർപ്പാപ്പ കാലം ചെയ്തു മാതൃഭൂമി പോലും അറിഞ്ഞിട്ടില്ല, അവരുടെ പത്രം അച്ചടി കഴിഞ്ഞിട്ട്. പക്ഷെ പൈലിച്ചേട്ടൻ്റെ കുമ്പളങ്ങി എഡിഷനിൽ ഈ വാർത്തയുണ്ട്, മാർപ്പാപ്പ കാലം ചെയ്തു. നമ്മുടെ നാട്ടിൻപുറത്തെ തൈപ്പറമ്പിലെ ഉണ്ണുണ്ണി മരിച്ചു. അതും രാത്രി വൈകി നടന്നതാണ്, പത്രത്തിലൊന്നും വന്നിട്ടില്ല. പൈലിച്ചേട്ടനത് 1-ാം പേജിൻ്റെ മാർജിനിൽ. അങ്ങനെ ഒരു 3-4 വാർത്ത ഇത് കൊടുത്തപ്പോൾ പൈലിച്ചേട്ടൻ്റെ പത്രം 40-ൽ കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, വീണ്ടും 2-3 പത്രം കൂടി. അപ്പോൾ ഈ ആശയമെന്ന് പറയുന്നത് ഏത് ലെവലിലുള്ള ഒരാൾക്കും ഏത് സമയത്തും ആലോചിച്ച് ഉണ്ടാക്കാവുന്നതാണ് ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. വളരെ സന്തോഷം സാറേ. ഇനി ആളുകൾക്ക് ചോദിക്കാനുള്ള ഒരു 5 മിനിറ്റാണുള്ളത്. ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കാം. ഇത്ര വലിയ അനുഭവ സമ്പത്തുള്ള അദ്ദേഹമായിട്ട് ആശയവിനിമയം നടത്താവുന്നതാണ്. അതിനുള്ള 5 മിനിറ്റാണ് ഇനി ബാക്കിയുള്ളത്. ചോദിക്കൂ, ആളുകൾ ചോദിക്കൂ. പത്രപ്രവർത്തന വിദ്യാർത്ഥികളുണ്ടാവും, പത്രപ്രവർത്തനത്തിൽ തുടക്കക്കാരുണ്ടാവും. സാറേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? സാറേ കേൾക്കാമോ? സാർ ഇവിടെ
അതായത് സാർ പറഞ്ഞ എല്ലാം പാസ്റ്റാണ്, അതായത് മുമ്പ് നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. മുമ്പ് നടന്ന കാര്യങ്ങളാണ് സാർ പറഞ്ഞതെല്ലാം. പുതിയ അതായത് വർത്തമാനകാലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? അതേ നിലവാരവും അതേ കഴിവും അതൊക്കെ ഇപ്പോഴും പ്രകടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം പറയാമോ? എല്ലാവർക്കും ഒരേ ട്രെയിനിങ് തന്നെയാണ് ആദ്യം മുതൽ കിട്ടുന്നത്. അത് ഓരോരുത്തരും ഓരോ അവസരത്തിൽ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ആശയങ്ങളില്ല എന്നല്ല, ചിലപ്പോൾ അവർക്കത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല, ചിലപ്പോൾ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ചിലപ്പോൾ ഇതിനകത്തല്ല ഈ ഡെഡ് ലൈൻ എന്ന് പറയുന്നൊരു വലിയ സംഗതിയാണല്ലോ. നമ്മുടെ പത്രം രാത്രി 9 മണിക്ക് അച്ചടി തുടങ്ങുകയാണെങ്കിൽ ഒരു ഇപ്പോഴത്തെ നിലയിൽ 8:30 വരെയെങ്കിലും അതിനകത്തുള്ള വാർത്തകൾ കയറും. അത് കഴിഞ്ഞ് വരുന്ന ആ എഡിഷനിൽ കയറിയില്ലെന്ന് വരും, പിന്നത്തെ എഡിഷനിലായിരിക്കും. അപ്പം നമ്മൾ ഏത് എഡിഷനാണ് വായിക്കുന്നത്, എവിടെ ഇരുന്നാണ് വായിക്കുന്നത് എന്നുള്ളതിനെ പറ്റി, അല്ലാതെ പത്രപ്രവർത്തകരുടെ മോൾഡിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ ആശയങ്ങൾ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ കണ്ട് അത്ഭുതപ്പെടുന്നില്ല ഇപ്പോഴും. ഒരു നാരായണ സാറിന് എന്താ അഭിപ്രായം? അതെ, ഇത് തന്നെയാണ് ഞാൻ സാറിനോട് വേറെ ചോദ്യം ചോദിച്ചാൽ. ഇപ്പോൾ സാറ് കാർട്ടൂണിസ്റ്റായിട്ടാണ് വന്നത്. കാർട്ടൂൺ വരയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും മനോരമയിൽ കാർട്ടൂൺ വരച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ മനോരമയിൽ കാർട്ടൂൺ വരച്ചിട്ടുള്ളത് കോളേജിൽ പഠിച്ചിട്ടുള്ള സമയത്ത്. അന്ന് KS പിള്ള എന്ന് പറയുന്ന ആളായിരുന്നു ഏറ്റവും വലിയ കാർട്ടൂണിസ്റ്റ്. KS പിള്ള വരച്ച ഒരു സബ്ജക്റ്റിനെ പറ്റി ഞാനും ഒരു കാർട്ടൂൺ അയച്ചു കൊടുത്തു. അന്ന് മനോരമയിൽ ഇത് രണ്ടും വന്ന് KS പിള്ളയുടെ 1-ാം പേജിലും എൻ്റേത് അകത്തെ പേജിലും. അതൊരു ഭയങ്കര അത്ഭുതമാണ്. ഒരേ വിഷയത്തെപ്പറ്റി 2 കാർട്ടൂണിസ്റ്റുകൾ വരച്ചത് കൊടുക്കുക എന്നുള്ളത് തന്നെ അപൂർവം. KS പിള്ളയെ പോലൊരു പ്രഗത്ഭൻ്റെ കൂടെ എൻ്റേത് വന്നു എന്നുള്ള ഒരു അത്ഭുതം. പക്ഷേ മനോരമയിൽ വന്നതിന് ശേഷം, എന്നെ എഡിറ്റോറിയലിൽ നിയമിച്ചതിന് ശേഷം ഞാൻ കാർട്ടൂൺ വരച്ചിട്ടില്ല. കാരണം എൻ്റെ ശ്രദ്ധ മുഴുവൻ മറ്റേതിൽ വേണമെന്ന് വിചാരിച്ച് ഞാനതങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്തത്. അങ്ങനെ വാർത്തയിൽ ശ്രദ്ധിച്ചാൽ ഒരു നിർണായക സംഭവമായിട്ട് പണ്ട് സാറ് പറഞ്ഞത് ഉണ്ട്, കെന്നഡിയുടെ മരണം. അത് ഗംഭീരമായിട്ട് കൊടുത്തതിൻ്റെ പേരിലാണ് സാറ് മനോരമയിൽ ഒരു ശ്രദ്ധിക്കപ്പെട്ട ആളായത് എന്നും പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അതൊന്ന് വിസ്തരിച്ച് പറയാം. കെന്നഡിയുടെ മരണം രാത്രി ഒരു 11-11:30 ആകുമ്പോഴാണ് മരണം കൺഫേം ചെയ്യുന്നത്. ആദ്യം കെന്നഡിക്ക് വെടിയേറ്റു എന്നുള്ളൊരു ന്യൂസ് മാത്രമാണ്. അപ്പോഴത്തേക്ക് ഞാനൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പത്രമൊക്കെ അച്ചടിച്ച് തുടങ്ങി വീട്ടിൽ പോയി കിടന്ന്. അപ്പോൾ അന്ന് നമ്മുടെ ബാച്ചിലർ ഡേയ്സിലാണ്. അപ്പോൾ എന്നെ ഒരാൾ വന്ന് ഉണർത്താനില്ല, അന്ന് ഫോണൊന്നുമില്ല വീട്ടിൽ, ഉണർത്താനെല്ലാം അധ്വാനമൊക്കെ നടത്തിയിട്ട് പറ്റാഞ്ഞ അദ്ദേഹം ജനലിൽ കൂടെ ലൈറ്റ് ഓൺ ചെയ്ത് എന്നെ വിളിച്ച് കെന്നഡിക്ക് വെടിയേറ്റെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആഫീസിലേക്ക് ഓടിപ്പോയി. ആഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയുന്നത് കയ്യിൽ കൊടുത്താണ് വന്നതെന്നുള്ളത്. കാരണം അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോലും കാക്കാതെ നമ്മൾ പോയി. കെന്നഡി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കെന്നഡി മരിച്ചു എന്നുള്ള വിവരം കിട്ടി. അപ്പോൾ ഒരു പത്രാധിപരെ രാത്രി ഡ്യൂട്ടിക്കുള്ളൂ. അദ്ദേഹം ഇതൊരു ചെറിയ വാർത്ത ഒരു പടവും വെച്ച് സ്റ്റോപ്പ് പ്രസ് എന്നും പറഞ്ഞ് കൊടുക്കുക. അയ്യോ, ഞാൻ പറഞ്ഞത് പറ്റില്ല, ഇത് നമുക്ക് പ്രധാന സ്റ്റോറി ആക്കണം. അപ്പോൾ അതിനൊന്നും സ്ഥലമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്ഥലമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ്. അപ്പോൾ ചീഫ് എഡിറ്റർ അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പരിപാടിക്ക് പോയിട്ട് വന്നു. അദ്ദേഹവും പറഞ്ഞു എന്നാൽ പിന്നെ തോമസ് ടെക്ക് പേജ് ചെയ്യട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് ലീഡ് സ്റ്റോറി ആയിട്ട് കൊടുത്തു. അന്ന് മലയാള പത്രങ്ങളിൽ കോട്ടയത്ത് വന്ന മറ്റൊരു പത്രത്തിലും അത് ലീഡ് സ്റ്റോറി ആയിരുന്നില്ല. ഞാൻ അവസാനം ഡൽഹിയിലും മദ്രാസിലും ബോംബെയിലുമുള്ള പത്രങ്ങളുടെ അവസാന എഡിഷൻ വരുത്തി. ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ പേജിൻ്റെ അടിയിൽ കെന്നഡി ഷോട്ട് ഡെഡ് എന്നാണ്, അല്ലാതെ ലീഡ് സ്റ്റോറി വേറെ. അപ്പോൾ അതൊരു നമ്മൾ അങ്ങനെ ഈ ചെറുപ്രായത്തിൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു റെക്കഗ്നീഷൻ എനിക്ക് കിട്ടിയിരുന്നുള്ളത് ശരിയാണ്. അങ്ങനെയാണ് കോഴിക്കോട്ട് ന്യൂസ് എഡിറ്ററായിട്ട് ഈ ഒരു എന്താ പറയണ്ടേ, വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാനുള്ള ശേഷി. അപ്പോൾ കോഴിക്കോട്ട് വന്നിട്ട് ഉണ്ടായ ഒരു അനുഭവം ഇതുപോലെ പറയണ്ടായി. അപ്പോൾ കോഴിക്കോട്ട് മാതൃഭൂമിയാണല്ലോ പ്രധാന എതിരാളി. മാതൃഭൂമിയിൽ ഞാൻ ചെല്ലുമ്പോൾ പോലും 75-ൽ പോലും
കമ്പി വാർത്ത എന്ന് പറയുന്ന വാർത്തയാണ്, അതായത് ടെലിപ്രിൻ്ററിൽ അടിച്ചു വന്ന വാർത്തയാണ് പ്രധാന വാർത്ത. അല്ലാണ്ട് നാട്ടിൽ ഉണ്ടാകുന്ന ലോക്കലായിട്ടുള്ള വാർത്തയൊന്നും അപ്രധാനമാണ്. അതൊന്നും ഒന്നാമത്തെ പേജിൽ പ്രധാനമായിട്ട് കൊടുക്കേണ്ടതില്ല, ഒക്കെ ഉൾപേജിൽ കൊടുക്കുക. അപ്പോൾ വെള്ളക്കരം കൂട്ടി അത് ഉൾപേജിലൊരു ചെറിയ വാർത്തയാവും. പക്ഷേ യൂഗോസ്ലാവിയയിൽ ഒരു ബോട്ടപകടം ഉണ്ടായി 13 പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് വാർത്ത. അപ്പോൾ എനിക്കൊക്കെ അനുഭവമുണ്ട്. മാത്യു ലൂക്ക എന്ന് പറഞ്ഞിട്ട് ചീഫ് സബുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, ആ ലീഡൊന്നും നിങ്ങൾ മാറ്റാൻ പോണ്ട, നിങ്ങളെക്കാളൊക്കെ എത്രയോ ബുദ്ധിയുള്ള റിപ്പോർട്ടർമാരാണ് അവിടെ നിന്ന് എഴുതുന്നത്, അത് അങ്ങനെയായിട്ട് തർജ്ജമ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനൊരു പാരമ്പര്യം മാതൃഭൂമിക്കും ഉണ്ടായിരുന്നു. പക്ഷേ സാറ് അവിടെ വന്നത് ഈ ലോക്കൽ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക, നഗര വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുക, ആളുകളെ ബാധിക്കുന്ന വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഈ 3 കാര്യങ്ങളാണ് സാറ്. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഒരു ദിവസം ഞാൻ കോഴിക്കോട് സിറ്റിയിലെ പ്രധാന വാർത്തയാക്കിയത് 1-ാം പേജിൽ വെള്ളക്കരം കൂട്ടുന്നത്. വെള്ളക്കരം കൂട്ടുന്നതെന്നുള്ള ലീഡ് സ്റ്റോറിയുമായിട്ട് മനോരമ ഇറങ്ങിയപ്പം മാതൃഭൂമിയിലെ ന്യൂസ് എഡിറ്റർ എൻ്റെ ഫാദറിൻ്റെ പ്രായമുള്ള ഒരാളാണ്, വളരെ റെസ്പെക്റ്റഡായ പി കെ രാമൻ. അപ്പോൾ രാംജി എന്നെ വിളിച്ചു. അപ്പോൾ എന്നെ കുട്ടിയെന്നാണ് വിളിക്കുന്നത്. അയാളൊന്ന് ചെറുപ്പമാണ്, 26 വയസ്സേ ഉള്ളൂ. കുട്ടി ഇന്ന് 1-ാം പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്ത എന്തോ കിട്ടി, വെള്ളക്കരം കൂട്ടുന്നു. ഇതൊക്കെ 1-ാം പേജിൽ കൊടുക്കേണ്ടതാണ്. അപ്പം മാതൃഭൂമിയിൽ ലീഡ് സ്റ്റോറിയായിട്ട് കൊടുത്തിരിക്കുന്നത് ആൻ്റണി ഈഡൻ്റെ പ്രസംഗമാണ്, റോയിട്ടർ അടിച്ച. അപ്പം അങ്ങനെ മനുഷ്യനെ ബാധിക്കുന്ന കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്തതിന് കിട്ടിയ ഒരു ബോണസായിരുന്നു നമ്മുടെ അവിടുത്തെ സർക്കുലേഷൻ ഇൻക്രീസ്. പക്ഷേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇവിടെ പക്ഷേ ഇവിടെ ശ്രീ തോമസ് ജേക്കബിന് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ മനോരമയ്ക്ക് പുറമേ ജേർണലിസ്റ്റുകൾക്കും പുറമേ പബ്ലിക് അറിയുന്നത് അദ്ദേഹം അതിൻ്റെ ഉയർന്ന പൊസിഷനിലേക്ക് എത്തിച്ചേർന്നപ്പോഴാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ, അതായത് മനോരമ ഫാമിലിയിൽ നിന്ന് പുറത്തുള്ള, സ്വന്തം ഫാമിലി അല്ലാത്ത ആദ്യമായിട്ട് ഒരാൾ അത്ര ടോപ്പ് പൊസിഷനിൽ അതിന് മുമ്പ് വന്നിട്ടില്ല. അതൊരു വലിയ റെക്കഗ്നൈസ്ഡ് ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയ ആദ്യത്തെ ആളാണ് താങ്കൾ. അന്ന് ഒരു ന്യൂസ് വന്നിരുന്നത് ചില സീനിയർ ആൾക്കാരുടെ ഇടയിൽ. ബിക്കോസ് എപ്പോഴും എല്ലാ ഇപ്പോൾ ആനന്ദ ബസാർ പത്രികയുണ്ട്, മറ്റേ ഈ നാട് ഫാമിലി ഉണ്ട്, അവരൊക്കെ തന്നെ ഫാമിലി ബേസ്ഡ് പത്രങ്ങളാണ്, വേൾഡിൽ അറിയാമല്ലോ. അപ്പോൾ ഇതാണ് താങ്കളുടെ ഒരു മെയിൻ അച്ചീവ്മെൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്. മനോരമയുടെ ഉള്ളിൽ ആ ലെവലിലേക്ക് ഫാമിലിക്ക് പുറത്ത് ഒരാൾ ആദ്യമായിട്ട് വരുന്നത് താങ്കളാണ്. അതേസമയം തന്നെ താങ്കൾ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം താങ്കളൊരു കോളം ചെയ്യുന്നുണ്ട്. ഇപ്പം അത് പണ്ട് പൈങ്കിളി എന്നൊക്കെ വിളിച്ചിരുന്ന മനോരമ വീക്കിലിയാണ്. പക്ഷേ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ ഈ പറഞ്ഞ പോലത്തെ അനക്ഡോട്ടൽ അല്ലെങ്കിൽ സ്റ്റോറീസാണ് കംപ്ലീറ്റ്. അതിപ്പോൾ കുറേ പുസ്തകങ്ങളുമായിട്ടും ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ 2 അച്ചീവ്മെൻറ്റ്സും ഓരോന്നും നമുക്ക് വായിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഇപ്പോൾ ആർതർ ഹെയ്ലിയുടെയൊക്കെ നോവൽസ് പോലെയാണ്. ഹോട്ടൽ എന്നുള്ള ഇതിനെക്കുറിച്ച് ആയാലാണെങ്കിൽ ഹോട്ടൽ പഠിച്ച് അല്ലെങ്കിൽ എയർപോർട്ട് പഠിച്ച് ഫുള്ളായിട്ട് അതിനെക്കുറിച്ച് വിവരം കിട്ടും നമുക്ക്. അപ്പോൾ താങ്കളുടെ ആ ഒരു ആർട്ടിക്കിൾ വായിക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടാണ് താങ്കൾ ആ ഒരു സിംഗിൾ പേജ് ഇത് എഴുതുന്നത്. പക്ഷേ ഈ 2 പോയിന്റ് അംഗീകരിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് മനോരമയുടെ ടോപ്പിലേക്ക് വന്ന ആൾ, രണ്ടാമത് ഇങ്ങനെ ഡീറ്റെയിൽ ആ ഒരു പേജ് താങ്കൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ച് ചെറിയ പറഞ്ഞ പോലെ രസകരവും അല്ലാത്തതുമായിട്ടുള്ള നുറുങ്ങി ഇൻഫർമേഷനൊക്കെ ചേർന്ന് ഇപ്പോഴും താങ്കളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടെ എനിക്ക് ജസ്റ്റ് അറിയാനുള്ളത്, ഈ 2 വലിയ റെക്കഗ്നിഷൻ, ഞാനൊക്കെ 80s ചെറുപ്പക്കാരായിരുന്നു, സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്കൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ വീട്ടിൽ മനോരമ വരുത്തുന്നുണ്ട്. ഞാൻ കൊടുങ്ങല്ലൂർക്കാരനാണ്, എറണാകുളത്താണ് വളർന്നത്, എൻ്റെ ഫാദർ പോർട്ടസിലായിരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പൊളിറ്റിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു വിശ്വാസിയൊന്നും അല്ലെങ്കിൽ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള. അപ്പോൾ അതേസമയം ഞാൻ കോളേജിലൊക്കെ വന്നപ്പോൾ ക്രിസ്ത്യൻ ഫാമിലീസിലൊക്കെ ഈ 57 ശേഷമുള്ള ഇത് കാരണം ഒരു വീടുകളിലൊക്കെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ മനോരമയിലേക്ക് ഞങ്ങൾ വായിച്ച് ആ ഹൈസ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് വരുന്ന ടൈമിലാണ് നമ്മൾ ഈ പൊളിറ്റിക്സ് ഒക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ മനോരമയുടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, അത് അതിൻ്റെ ഇറ്റ് വെയേഴ്സ് ഇറ്റ് ഓൺ ഇറ്റ് സ്ലീവ് എന്ന് പറയും. തീർന്നു ഇത്രേ ഉള്ളൂ. ഇംഗ്ലീഷിലൊരു ചൊല്ലില്ലേ, ഹി വെയേഴ്സ് ഹിസ് ഒപ്പീനിയൻ ഓൺ ഹിസ് സ്ലീവ് എന്ന് പറഞ്ഞു. അത് മനോരമയുടെ ഒപ്പീനിയൻ, അത് ആൻറ്റി ലെഫ്റ്റ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അത് ഒപ്പീനിയൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കും അവർ. അതായിരുന്നു മനോരമയുടെ ഒരു ഇത്. അപ്പോൾ അത് പലർക്കും ലിബറൽ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ നോക്കിയിട്ട് വേറെ ഇപ്പോൾ ജോണി ലൂക്കോസ്
ഇതിൽ ഞാനാണ് ആദ്യമായി ഇങ്ങനൊരു സ്ഥാനത്ത് മനോരമയിലെത്തിയെന്ന് പറയുന്നത് ശരിയല്ല. ഓരോ കാലത്തും അതിൻ്റെ ഡെസിഗ്നേഷൻസിൽ മാറ്റം വന്നു. പണ്ട് ന്യൂസ് എഡിറ്ററായിരുന്നു അതിലെ ഏറ്റവും പ്രതാപിയായ ഒരാൾ. ഇരുന്നിട്ടുള്ള എല്ലാ സ്ഥലത്തും ഇരുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ന്യൂസ് എഡിറ്ററായിരുന്നു. പിന്നീടത് അസിസ്റ്റൻ്റ് എഡിറ്റേഴ്സായി, പിന്നെ എക്സിക്യൂട്ടീവ് എഡിറ്റേഴ്സായി, റെസിഡൻ്റ് എഡിറ്റേഴ്സായി. ഞാൻ അവസാനം എനിക്ക് ഇങ്ങനൊരു ഡെസിഗ്നേഷൻ വന്നു എന്നുള്ളതല്ലാതെ ഇരുന്ന ആളുകൾക്കെല്ലാം ഇതേ അധികാരങ്ങൾ അന്ന് മുതലേ മനോരമയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷൻ തുടങ്ങിയ അതിഥികൾ എത്തിയിട്ടുണ്ട്. ആ ഇതും കൂടി കണക്കിലെടുത്ത് എല്ലാവർക്കും നന്ദി പറയുന്നു. വളരെ സന്തോഷം.